സെലനിയം സമ്പന്നമായ വെജിറ്റേറിയൻ പാചകക്കുറിപ്പുകളെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ ഇനി പറയുന്നവ പഠിക്കും. നമ്മുടെ ശരീരത്തിലെ സെലനിയത്തിന്റെ ഗുണങ്ങൾ, കുറച്ച് സസ്യാഹാര പാചകക്കുറിപ്പുകൾ. മിക്ക ഭക്ഷണങ്ങളിലും കാണപ്പെടുന്ന ഒരു മൈക്രോ ന്യൂട്രിയന്റാണ് സെലനിയം. ഇത് എൻസൈമുകളുടെ ഒരു പ്രധാന ഘടകമാണ്. സെലനോപ്രോട്ടീൻസ് ഉൽപ്പാദിപ്പിക്കാൻ സെലനിയം ആവശ്യമാണ്. നമ്മുടെ ശരീരം വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ സെലനിയം ഉപയോഗിക്കുന്നു. ഈ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും നിർവഹിക്കുന്നത് സെലനോപ്രോട്ടീൻസ് ആണ്. DNA സിന്തസൈസിൽ സെലനോപ്രോട്ടീൻസ് ഉൾപ്പെടുന്നു. കോശങ്ങളുടെ കേടുപാടുകൾക്കും അണുബാധകൾക്കും എതിരായ സംരക്ഷണത്തിനും ഇത് ആവശ്യമാണ്. സെലനിയത്തിന്റെ പ്രാധാന്യം മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി പാചകക്കുറിപ്പുകൾ തയ്യാറാക്കുന്നത് നോക്കാം. ആരംഭിക്കുന്നതിന് മുൻപ് ഈ ട്യൂട്ടോറിയലിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ബൗൾ 150 ml ആണെന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ പാചകക്കുറിപ്പ് ചാമ ഇഡ്ഡലിയാണ്. തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഇവ ആവശ്യമാണ്. 30 ഗ്രാം അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ചാമ, 15 ഗ്രാം അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ തൊലിയില്ലാത്ത ഉഴുന്ന്, ഒരു ചെറിയ ക്യാരറ്റ് കഴുകി ചീകിയത്, 1 ടീസ്പൂൺ എണ്ണ അല്ലെങ്കിൽ നെയ്യ്, ഉപ്പ് പാകത്തിന്. പാചകം ചെയ്യുന്ന രീതി: ചാമ, ഉഴുന്ന് എന്നിവ രാത്രി മുഴുവൻ കഴുകി കുതിർക്കുക. പിറ്റേ ദിവസം ഇവയെല്ലാം കുറച്ച് വെള്ളം ഉപയോഗിച്ച് മാവ് അരച്ചെടുക്കുക. മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. പാത്രം അടച്ച് ചൂടുള്ള സ്ഥലത്ത് 6 മുതൽ 8 മണിക്കൂർ വരെ പുളിക്കാൻ വയ്ക്കുക. മാവ് പുളിച്ചു കഴിഞ്ഞാൽ ഉപ്പും ചീകിയ ക്യാരറ്റും ചേർക്കുക. എല്ലാം നന്നായി ഇളക്കുക. അടുത്തതായി ഇഡ്ഡലി അച്ചിൽ എണ്ണയോ നെയ്യോ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്യുക. മാവ് അച്ചുകളിലേക്ക് ഒഴിക്കുക. ആവി വരുന്ന പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് അതിൽ അച്ചു വയ്ക്കുക. പാത്രം ഒരു ലിഡ് ഉപയോഗിച്ച് അടച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ ഇഡ്ഡലി ആവിയിൽ വേവിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ ഇഡ്ഡലി തണുക്കാൻ വയ്ക്കുക. അവ അച്ചിൽ നിന്ന് മാറ്റി വിളമ്പുക. ചാമ ഇഡ്ഡലി തയ്യാർ. 3 ചെറിയ ഇഡ്ഡലികളിൽ ഏകദേശം 16 മൈക്രോഗ്രാം സെലനിയം ഉണ്ട്. അടുത്ത പാചകക്കുറിപ്പ് എള്ളുകൊണ്ടുള്ള ചട്നിപ്പൊടിയാണ്. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഇവ ആവശ്യമാണ്. വറുത്ത എള്ള് 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ തൊലിയില്ലാത്ത മുഴുവൻ ഉഴുന്ന്, 5 മുതൽ 6 വരെ ഉണങ്ങിയ ചുവന്ന മുളക്, ഉണങ്ങിയ തേങ്ങ 1 കഷ്ണം, ഉപ്പ് പാകത്തിന്. പാചകം ചെയ്യുന്ന രീതി: ഒരു പാത്രം ചൂടാക്കുക. ഉഴുന്ന്, ചുവന്ന മുളക്, ഉണങ്ങിയ തേങ്ങ, ജീരകം എന്നിവ വറുക്കുക. ഇളം തവിട്ട് നിറമാകുന്നതുവരെ ചെറിയ തീയിൽ വറുക്കുക. അവയെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കുക. തണുത്തു കഴിഞ്ഞാൽ വറുത്ത എള്ളിനൊപ്പം മിക്സർ ജാറിലേക്ക് മാറ്റുക. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് എല്ലാം പൊടിയായി പൊടിക്കുക. ഈ പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എള്ള് ചട്നിപ്പൊടി തയ്യാർ. ചട്നിപ്പൊടിയുടെ 1/4 പാത്രത്തിൽ ഏകദേശം 12 മൈക്രോഗ്രാം സെലനിയം ഉണ്ട്. മൂന്നാമത്തെ പാചകക്കുറിപ്പ് മുളപ്പിച്ച വെള്ളപ്പട്ടാണി കറിയാണ്. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ 30 ഗ്രാം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മുളപ്പിച്ച വെള്ളപ്പീസ്, 30 ഗ്രാം അല്ലെങ്കിൽ 2 പിടി അമരത്തിന്റെ ഇലകൾ കഴുകി അരിഞ്ഞത്, നിങ്ങൾക്ക് ഇതും ആവശ്യമാണ്, 2 മുതൽ 3 വരെ അരിഞ്ഞ വെളുത്തുള്ളി, 1 ഉള്ളി ചെറുതായി അരിഞ്ഞത്, ജീരകവും കടുകും 1 ടീസ്പൂൺ വീതം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് പാകത്തിന്, 1 ടീസ്പൂൺ എണ്ണ അല്ലെങ്കിൽ നെയ്യ്. പാചകം ചെയ്യുന്ന രീതി: നമ്മൾ ആദ്യം വെളുത്ത പട്ടാണി മുളപ്പിക്കും. വെള്ളപ്പട്ടാണി രാത്രി മുഴുവൻ കുതിർക്കുക. അടുത്ത ദിവസം രാവിലെ ഒരു അരിപ്പ ഉപയോഗിച്ച് വെള്ളം അരിച്ചെടുക്കുക. ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അരിപ്പ പാത്രത്തിൽ വെക്കുക. അരിപ്പ വെള്ളത്തിൽ മുക്കരുത്. അരിപ്പ വെള്ളത്തിൽ മുട്ടുന്ന വിധത്തിൽ വെക്കണം. ഇത് മുളപ്പിക്കാനായി ചൂടുള്ള സ്ഥലത്ത് വെക്കുക. വിവിധ ബീൻസ് മുളയ്ക്കാൻ എടുക്കുന്ന സമയം 1 മുതൽ 3 ദിവസം വരെ വ്യത്യാസപ്പെട്ടേക്കാം. ഇത് കാലാവസ്ഥാ സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. മുളകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ മുളപ്പിച്ച പട്ടാണി പ്രഷർ കുക്കറിൽ വേവിക്കുക. 4 മുതൽ 5 വരെ വിസിൽ വരുത്തി തുടർന്ന് തീ ഓഫ് ചെയ്യുക. പ്രഷർ തനിയെ ഇറങ്ങിയ ശേഷം കുക്കറിന്റെ അടപ്പ് തുറക്കുക. പിന്നീടുള്ള ഉപയോഗത്തിനായി ഇത് മാറ്റിവെക്കുക. ഒരു പാത്രത്തിൽ എണ്ണയോ നെയ്യോ ചൂടാക്കി കടുകും ജീരകവും ചേർക്കുക. ഇവ പൊട്ടുമ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും ചേർക്കുക. ഇളം തവിട്ട് നിറമാകുന്നതുവരെ വഴറ്റുക. ഇതിലേക്ക് ചീരയുടെ ഇലകൾ ചേർത്ത് നന്നായി ഇളക്കുക. ഇത് 5 മിനിറ്റ് വേവിക്കുക. അടുത്തതായി വേവിച്ച പട്ടാണി മുളകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഉപ്പ് എന്നിവ ചേർക്കുക. വീണ്ടും ഇളക്കി 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുക. ഇത് 5 മുതൽ 6 മിനിറ്റ് വരെ തിളപ്പിക്കുക. മുളപ്പിച്ച വെള്ളപ്പട്ടാണി കറി തയ്യാർ. അരപ്പാത്രം മുളപ്പിച്ച വെള്ളപ്പട്ടാണിക്കറിയിൽ ഏകദേശം 21 മൈക്രോഗ്രാം സെലനിയം ഉണ്ട്. നമ്മുടെ അവസാന പാചകക്കുറിപ്പ് ചെറുപയർ ചപ്പാത്തിയാണ്. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ 30 ഗ്രാം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചെറുപയർ തൊലിയില്ലാതെ, ഒരു ചെറിയ ക്യാരറ്റ് ചീകിയത്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കാരം വിത്തുകൾ, 1 പച്ചമുളക്. നിങ്ങൾക്ക് 1 ടീസ്പൂൺ എണ്ണയോ നെയ്യോ കൂടി ആവശ്യമാണ്. കൂടാതെ പാകത്തിന് ഉപ്പും. പാചകം ചെയ്യുന്ന രീതി: ചെറുപയർ ഒരു രാത്രി മുഴുവൻ കഴുകി കുതിർക്കുക. ഒരു അരിപ്പ ഉപയോഗിച്ച് വെള്ളം കളയുക. ചെറുപയർ, പച്ചമുളക്, ഉപ്പ് എന്നിവ മിനുസമാർന്ന പേസ്റ്റാക്കി അരയ്ക്കുക. പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർക്കരുത്. പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ചീകിയ ക്യാരറ്റ്, ജീരകം, കാരം എന്നിവ ചേർക്കുക. എല്ലാം നന്നായി ഇളക്കുക. ഒരു പ്ലേറ്റിൽ എണ്ണയോ നെയ്യോ പുരട്ടുക. തയ്യാറാക്കിയ പേസ്റ്റിന്റെ ഒരു ചെറിയ ഉരുള എടുക്കുക. ഇത് പ്ലേറ്റിൽ വെച്ച് വിരലുകൾ കൊണ്ട് അമർത്തി ചപ്പാത്തി ഉണ്ടാക്കാം. പ്ലേറ്റിന് പകരം അലൂമിനിയം ഫോയിലും ഉപയോഗിക്കാം. ഒരു പാത്രം ചൂടാക്കി ചപ്പാത്തി കുറച്ച് നെയ്യോ എണ്ണയോ പുരട്ടി വറുത്തെടുക്കുക. ഇരുവശവും പാകമാകുന്നതുവരെ വേവിക്കുക. ചെറുപയർ ചപ്പാത്തി തയ്യാർ. 2 ചെറിയ ചപ്പാത്തികളിൽ ഏകദേശം 16 മൈക്രോഗ്രാം സെലനിയം ഉണ്ട്. നല്ല ആരോഗ്യത്തിന് ഈ പാചകക്കുറിപ്പുകൾ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.